ആ വീഡിയോ ഒരു പക്ഷെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കാം. ആ വീഡിയോ എങ്ങനെയാണ്? ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ പ്രോഗ്രസ് റിപ്പോർട്ട് അതുമായി ആ കുട്ടി അമ്മയെ കാണാൻ ചെല്ലുകയാണ്. നമ്മളൊരു പക്ഷെ കാണുമ്പോൾ വിചാരിക്കും അത് വീട്ടിലേക്കാണ് ആ കുട്ടി വരുന്നതെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ആ കുട്ടി ചെല്ലുന്നത് ശവക്കല്ലറയിലേക്കാണ്. അവിടെ ഇരുന്ന് ആ കുട്ടി ആ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ശവക്കല്ലറയിൽ വെക്കുകയും പിന്നെ സാങ്കല്പികമായി അമ്മയുമായി സംസാരിക്കുകയും ചെയ്യുന്ന ആ ഒരു ദൃശ്യം ശരിക്ക് എന്നെ അത് ഒത്തിരി മനസ്സിൽ സ്പർശിച്ചു. എന്നെ മാത്രമല്ല, ഞാനത് ഷെയർ ചെയ്ത എല്ലാ ഗ്രൂപ്പിലും ഒരുപാട് റെസ്പോൺസാണ് എല്ലാ ഗ്രൂപ്പിൽ നിന്നും വന്നത്. ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം. ശരിക്ക് അതിന് വോയിസ് ഓവർ കൊടുത്ത വ്യക്തി പോലും അതിന് പറയുന്നുണ്ട്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയുകയില്ല, കണ്ണ് നഷ്ടപ്പെടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴായിരിക്കും ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല എന്നൊരു ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ നമുക്ക് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു അവസ്ഥ പോലെ. ശരിക്കും ഈ വീഡിയോ അങ്ങനെ തന്നെയായിരുന്നു എന്നെയും ഒത്തിരി റിലേറ്റ് ചെയ്തത് എന്ന് എനിക്ക് തോന്നി. കാരണം എന്നെ സംബന്ധിച്ചും ഇതുപോലെ നഷ്ടങ്ങളുടെ കഥ തന്നെയാണ് പറയുവാനുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ മരിച്ചിട്ട് ഒരു കൊല്ലമാകുന്നു. അപ്പോൾ ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല, ഇനി ഒരിക്കലും സംസാരിക്കാൻ സാധിക്കില്ല, എൻ്റെ അപ്പൻ്റെ കൂടെ ഇരിക്കാൻ സാധിക്കുകയില്ല, അപ്പനെ ഒന്ന് തൊടാൻ സാധിക്കുകയില്ല എന്നൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. കാരണം നഷ്ടങ്ങൾ എപ്പോഴും ഒരു വേദന തന്നെയാണ്. പക്ഷേ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ അത് ശരിക്കൊരു ഒരു സത്യാവസ്ഥ തന്നെയാണ്. എല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ നേടിയിട്ടും നമുക്ക് ഒരിക്കൽ എന്തായാലും എല്ലാം ഉപേക്ഷിച്ച് തന്നെ നമുക്ക് പോകേണ്ടി വരും. അതൊരു സത്യാവസ്ഥ തന്നെയാണ്. ഒരു പക്ഷേ ഈ ഒരു സത്യാവസ്ഥയെ പറ്റി നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ മറ്റു പല ചിന്തകളുടെയും വസ്തുക്കളുടെയും പിന്നാലെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അല്ലെങ്കിൽ ഒരു നല്ല ജോലി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഇങ്ങനെ ഇതിൻ്റെ പിന്നാലെ പോയി നമ്മൾ നമ്മളെ തന്നെ, നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി അർത്ഥപൂർണമാക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഓടി അകലാൻ ശ്രമിക്കുന്ന പോലെ ഒരു സത്യാവസ്ഥ. ശരിക്കും ആ വീഡിയോ കണ്ട് അതിന് റെസ്പോണ്ട് ചെയ്ത എല്ലാവരിലും ഈ ഒരു നിഷ്കളങ്കമായ സത്യം ഒരു ഓർമ്മപ്പെടുത്തലായി എല്ലാവർക്കും തോന്നിയെന്ന് എനിക്ക് തോന്നി. കാരണം പലരും വളരെ വിഷമത്തോടു കൂടിയുള്ള ഇമോജിയൊക്കെയാണ് അതിന് തന്നത്.